എല്ലാവർക്കും നമസ്കാരം. സൈദിൽ ചെറുപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട അഭിമുഖം എന്താണെന്നുള്ളത് ചിറ്റലഞ്ചേരിയിലാണ്. ചിറ്റലഞ്ചേരി എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊള്ളാച്ചിയിൽ വരുന്ന റോഡാണിത്. പൊള്ളാച്ചിയിൽ നിന്ന് നേരെ തൃശ്ശൂർ പോകുന്ന റോഡാണ്. ചിറ്റലഞ്ചേരി ടൗണിൽ നിന്ന് 1 കിലോമീറ്ററാണ്. ഈ NH-ലാണ് നമുക്കിന്ന് കൊടുക്കാനുള്ള പ്രോപ്പർട്ടി. ഈ കാണുന്ന വീടും ഈ കടയും ഇതിൻ്റെ നേരെ ബാക്കിലെ വീടുമാണ് കേട്ടോ. ഇത് നല്ലൊരു ഹോട്ടലാണ്. കാരണം ഇത് രാത്രിയൊക്കെ കച്ചവടം ചെയ്യുന്നൊരു ഹോട്ടലാണ്. കാരണം രാത്രി ഇതേപോലെ സർവീസുള്ള റോഡാണ്. കാരണം ഇവിടെ പാർക്ക്, കാരണം നമുക്ക് നെന്മാറ ഇവിടെ അടുത്താണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം കാണുന്നവരൊക്കെ ഷെയർ ചെയ്തോളി. ഷെയർ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. 500, 1000, 2000 വീതം. ബാക്കി ഡീറ്റെയിൽ ഫുള്ളായിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. ചെറിയ പൈസകൾ 10-34 സെന്റ് സ്ഥലവും അതിൽ താമസിക്കാനൊരു വീടും വരുമാനത്തിന് നല്ലൊരു കടയുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഫുള്ളായിട്ട് കാണും. அப்போ என் சேனல் பார்க்கணவங்க அண்ணன் தம்பிங்களே நிறைய பேர் இருக்குது. அக்காவும் இருக்குது, கோயம்புத்தூர்காரு, பெங்களூர்காரு, பம்பைக்காரு, ஆல் இந்தியா ஆளுங்களே நம்ம சேனல் பார்த்துட்டே இருக்கு. அப்போ உங்களுக்கு கோயம்புத்தூருக்கு பக்கம், பொள்ளாச்சிக்கு பக்கம் இது வந்து எங்களுக்கு சிட்லஞ்சேரி இருக்குது. சிட்லஞ்சேரி எங்கே நன்மார பக்கத்தில், புரியுதில்ல உங்களுக்கு? இது வந்து பொள்ளாச்சி திருச்சூர் மெயின் ரோடு NH. அது வந்து அப்புறம் நெல்லியாம்பதின்னு டூரிஸ்ட் ஏரியா இருக்குது. இங்கே 10 கிலோமீட்டர் தான் அங்கே தூரம். பக்கத்தில் தான் எல்லாமே. இங்கே ஹோட்டல் இருக்குது, ஒரு வீடு இருக்குது, தங்குறதுக்கு வீடு இருக்குது, பிஸ்னஸ் பண்ணுறதுக்கு ஓர்டர் இருக்குது. 34 சென்ட் இடம் இருக்குது. இந்த மெயின் ரோட்டில் ஒரு சென்ட்டுக்கு 7 லட்சம் 8 லட்சம் விலை. ஆனால் டோட்டலாக 34 சென்ட் வீடு கொடுக்கும்போது 1,15 லட்சம் விலை. எல்லாருமே பாருங்கள், அண்ணன் தம்பி மாதிரி எல்லாருமே பாருங்கள். எல்லாம் என்னென்ன இருக்குது உள்ள எல்லாமே பாருங்க. இன்ஷா அல்லாஹ் உள்ளே போய்ட்டு നമുക്ക് வரலாம். അപ്പോൾ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ, ഇതാണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന റോഡ്. ഈ മസ്ജിദിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഒരു മസ്ജിദാണ് നമ്മുടെ ഒരു അതിര്, ഈ മസ്ജിദ്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കിയാൽ ഹയർ സെക്കൻഡറി മദ്രസ കാണാം ഇതുണ്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള പ്രോപ്പർട്ടി 34 സെൻറ്റ് സ്ഥലവും അതിലൊരു വീട്, നല്ലൊരു ഹോട്ടല്, എല്ലാം പാടെ കൊടുക്കാണ്. കാരണം എന്താ പറയുക, രാത്രിയും പാലൊക്കെ ഇതേപോലെ ചെറിപ്പായുന്ന വണ്ടികൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ടൊന്ന് കാണാം, A to Z വരെ. മാത്രമല്ല അവസാനം നിങ്ങളോട് ഇതിൻ്റെ ഫുള്ള് കാര്യങ്ങൾ ഞാൻ പറയും. ഇത് നമുക്ക് നെല്ലിയാമ്പതി ടൂറിസ്റ്റ് ഏരിയയാണ് കേട്ടോ. കാരണം നെല്ലിയാമ്പതി ഇവിടെ അടുത്താണ്. അതേമാതിരി വടക്കഞ്ചേരിക്ക് ഇവിടുന്ന് 6 കിലോമീറ്ററാണ് ദൂരം. വടക്കാഞ്ചേരി, അതായത് ആലത്തൂർ വടക്കഞ്ചേരിക്ക് ഇവിടുന്ന് 6 കിലോമീറ്ററാണ് ദൂരം. ചിറ്റലഞ്ചേരിക്ക് 1 കിലോമീറ്ററാണ് ദൂരം. അതേപോലെ തന്നെ നെന്മാർക്ക് 6 കിലോമീറ്ററാണ് ദൂരം. അതേപോലെ തന്നെ നമ്മുടെ പറഞ്ഞില്ലേ നല്ല ടൂറിസ്റ്റ് ഏരിയ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ പോയിട്ട് എല്ലാ ഭാഗവും ഒന്ന് കാണുക. അപ്പോൾ പ്രിയപ്പെട്ട അഭിമുഖം ഇതല്ലേ ലൈലൻഡ് ലോറികൾ പോകുന്ന സ്ഥലമാണ്. പൊള്ളാച്ചിക്ക് ഇങ്ങനെ അടിച്ചു വിടുന്ന ലോറികളാണ് പോണത്. കണ്ടേ, തൃശ്ശൂർ പൊള്ളാച്ചി റോഡ്. ഇവിടുന്ന് കയറുക. ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമുക്കുള്ള ഫ്രണ്ടേജ് കിട്ടാ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഫ്രണ്ടേജേ ഉള്ളൂ, ഒരു കട റൂമിൻ്റെ ഫ്രണ്ടേജേ ഉള്ളൂ. ഇവിടെ വൈകുന്നേരം സമയത്താണ് കച്ചവടം, അതായത് രാത്രി കച്ചവടമാണ്. കാരണം രാത്രി ഒരുപാട് വണ്ടികൾ പാസ് ചെയ്യുന്നവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതാ ഇതിവിടെ തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു നല്ലൊരു ബേക്കറി സെറ്റ് ചെയ്യാം ഈ ഭാഗത്ത്. ഇപ്പോൾ ഇവിടെ ക്യാഷ് കൗണ്ടറോ മറ്റോ ആണ്. പക്ഷെ ഇവിടെ നല്ലൊരു ചെറിയ നീളത്തിലുള്ളൊരു ബേക്കറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഹോട്ടലിലുള്ള സ്ഥലമായി, ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനവും സൗകര്യങ്ങൾ. വെള്ളത്തിന്റെ സൗകര്യം പറയാൻ വെച്ചാൽ കുഴൽ കിണറാണ്. ഇനി ഓപ്പൺ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന സ്ഥലം കൂടിയാണ്, അതും കൂടെ പറയാം. അതേപോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഉണ്ടോ, അവിടെയൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ്സും ചെയ്യാം, താമസിക്കുകയും ചെയ്യാം. ഇവിടെ റോഡ് സൈഡിൽ 1 സെന്റിന്റെ വില നിങ്ങൾ വന്ന് അന്വേഷിക്കുക. 7 റുപ്യ 8 റുപ്യ ഉണ്ട്, 7 റുപ്യ 8 റുപ്യ ഉണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് 34 സെന്റ് സ്ഥലവും ഇതിനും പാടെ ആകെ ചെറിയ പൈസയെ പറയുള്ളൂ. ഇതാ കേട്ടോ, നല്ലൊരു വീട് താമസിക്കാൻ. അതേപോലെ തന്നെ കിച്ചൺ, ഇതാ ഇവിടെ കിച്ചൺ. പിന്നെ അതിൽ വേറൊരു കാര്യം കൂടി വേണ്ടിയിട്ടാ, ഒരു ഫാം സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ അറിയോ, സ്ഥലങ്ങൾ കണ്ടങ്ങൊക്കെ അറിയാം. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, 1 2 ഒന്നുമല്ല കേട്ടോ. ഇവിടെ കിച്ചൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫാമൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തോ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ബിസിനസ്സുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്. കാരണം ഇവിടെ ടൂറിസ്റ്റ് ഏരിയയാണ്. അത് നെല്ലിയാമ്പതിയിലേക്ക് പല ഭാഗത്തുനിന്ന് വാഹനങ്ങൾ പോകുന്ന റോഡാണ്. തൃശ്ശൂർ പൊള്ളാച്ചി റോഡാണ് കേട്ടോ. ചിറ്റലഞ്ചേരി ടൗണിലേക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. വടക്കഞ്ചേരിക്ക് 6 കിലോമീറ്റർ ഉള്ളൂ. ഈ ഹൈവേയുടെ വക്കത്ത്, നാഷണൽ ഹൈവേയുടെ വക്കത്ത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് ഒഴിഞ്ഞത്, അതൊന്ന് കാണാം. നല്ല ഫാമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയത്, അതും കാണാം. കാരണം എന്താ പറയുക, വരുന്ന ആളുകൾക്ക് പല മൈൻഡാവും. അപ്പോൾ ഫാമൊക്കെ സെറ്റ് ചെയ്യുക, അതിനുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ
നമ്മൾ കണ്ട ജുമാ മസ്ജിദിൻ്റെ നേരെ പുറകിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഒരേതാ ജുമാ മസ്ജിദാണ് കേട്ടോ. ഈ സ്ഥലമൊക്കെ നമ്മളിൽ പെട്ടതാണ്. 34 സെൻറ്റ് പെട്ടതാണ് ഉണ്ടോ. ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള പൊങ്കാവനമായ സ്ഥലം കേട്ടോ. എന്താണൊരു ഭംഗി. ഇവിടെ ഇങ്ങനെ വൈകുന്നേരത്ത് 2 കസാലിട്ടിട്ട് ഇങ്ങനെ ടേബിളും വെച്ച് ഇരുന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ ഷെയർ ചെയ്തോളിയും കേട്ടോ, സമ്മാനം വാങ്ങിക്കോളിയും കേട്ടോ. ആ സ്ഥലങ്ങൾ കണ്ടില്ലേ, നല്ല സ്ഥലമാണ്. ഇവിടെ എന്തെങ്കിലും കൃഷിയായിട്ടും ചെയ്യുക, ഫാമായിട്ടും ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളിൽ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഇതാ 3 or 4 പശുവിനെ കെട്ടാനുള്ള ഇത് നമ്മൾ കണ്ടുപോകുന്നു. ഇതിനെ പറയാൻ പറ്റിയില്ല എനിക്ക് കേട്ടോ. ഇതൊരു 3-4 പശുവിനൊക്കെ കെട്ടാനുള്ള ഇതുണ്ട്. അപ്പോൾ ഇതിൽ ടോട്ടൽ 34 സെൻറ്റ് ഉണ്ട്. ഞങ്ങളോട് 34 പറയുന്നുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇനി നമുക്ക് വീടിൻ്റെ ജസ്റ്റ് ഒന്ന് ഉള്ളു കാണാം പോരി. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഹോട്ടലും ഒക്കെപ്പാടെ ആകുമ്പോൾ വീട് താമസിക്കാൻ സൗകര്യമുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. 2 ബെഡ്റൂമിലുള്ള നല്ലൊരു വീടാണ്. ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബികളെ, ഇതൊരു സിറ്റ് ഔട്ടാണ്. പക്ഷേ ഇപ്പോൾ ആളുകൾ വരുമ്പോൾ, ഭക്ഷണത്തിൽ വരുമ്പോൾ ഇവിടെയൊക്കെ ഇരിക്കുന്നിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. കാരണം തിരക്ക് വരുമ്പോൾ, വൈകുന്നേര സമയത്തൊക്കെ തിരക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ആളുകൾ ഇരിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. വലിയൊരു ഹാളുണ്ട്, 2 ബെഡ്റൂം ഉണ്ട്, നല്ല ഡോറാണ് കേട്ടോ. ആ ഡോറൊക്കെ കണ്ടേ, ഞാൻ ഉള്ളിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. കാരണം എന്താ അറിയോ, ഫുള്ളായിട്ട് കാണിക്കേണ്ട, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതിൽ കേട്ടോ. വലിയൊരു ഹാളാണ്. അതേപോലെ തന്നെ 2 ബെഡ്റൂം ഉണ്ട്. അതിലത്തെ ഒരു ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുത്താൽ ജസ്റ്റ് ഇതാ ഈ ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒരു ബെഡ്റൂം ഞാൻ അപ്പുറത്തുണ്ട്. അങ്ങനെ 2 ബെഡ്റൂം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വിശാലമായ വലിയൊരു ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ 2 ബെഡ്റൂം 900 സ്ക്വയർ ഫീറ്റ് ആണ് വീട് കേട്ടോ. 900-920 സ്ക്വയർ ഫീറ്റ് ആണ്. ബാക്കി കാര്യങ്ങൾ വ്യക്തമാക്കി തരാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ പോയി കഴിഞ്ഞാൽ കേട്ടോ, ഫാം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷെഡൊക്കെ കാണിച്ചു നോക്കിട്ടോ. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. കാരണം 34 സെൻറ്റ് സ്ഥലമുണ്ട്. ടോട്ടൽ 34 അല്ല 34.4 പക്ഷേ ഞങ്ങളോട് 34 പറയുള്ളൂ. നല്ല മാവും തെയ്യുണ്ട്, വാഴുണ്ട് കേട്ടോ. നല്ല പുല്ലുണ്ട്, ഫാമിനെ പറ്റിയ സ്ഥലമാണ്. അതുപോലെ തന്നെ ബാക്കൊന്ന് കാണാം, വീടിൻ്റെ ബാക്ക് വശം ഒന്ന് കാണാം. ബാത്റൂം ഉണ്ട് പുറത്ത്. കാരണം ഹോട്ടലായതുകൊണ്ട് പുറമുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് ബാത്റൂം സൗകര്യം വേണമല്ലോ. അത് പുറത്ത് ബാത്റൂമുണ്ട്. മാത്രമല്ല എൻ്റെ ഹബീബിങ്ങൾ കാണണം, കണ്ടോ, ഒരറ്റം മുതൽ ഒരറ്റം വരെ പച്ച പൂങ്കാവനമായ സ്ഥലം. താ കാണുന്നു തെങ്ങുകൾ ഒരൊട്ടനവധി. കാണാൻ എന്തൊരു രസമാം, എന്തൊരു ഭംഗിയാണ് ആ സ്ഥലം കാണാൻ. എൻ്റെ ഹബീബിങ്ങൾ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യണേ. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നല്ല പച്ചപ്പാണ്, നല്ല സമാധാനമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ഹബീബിങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് എൻ്റെ മലപ്പുറത്തുള്ളവർ, പ്രവാസികൾ, സുഹൃത്തുക്കൾ എല്ലാവരും കാണുന്നതാണിത്. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, എല്ലാവരും ഷെയർ ചെയ്യണം ഹബീബിങ്ങളെ. കേട്ടോ, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാം, നല്ല പച്ചപ്പുള്ള സ്ഥലമാം കേട്ടോ. നല്ല പച്ച പൂങ്കാവനം. ഇവിടെ വന്നിരുന്നാൽ തന്നെ മനസ്സിന് നല്ലൊരു കുളിർമയുണ്ടാകും. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇത് ഹോട്ടലായതുകൊണ്ട് ഇനി ബാക്കിൽ എന്തെങ്കിലും നല്ലൊരു സെറ്റപ്പിൽ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് നല്ല ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല ഒരു രസമായിരിക്കും, നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. മാത്രമല്ല ഇവിടെയാണ് നമ്മുടെ ടൗൺ, ഇവിടെ അടുത്താണ്. മാത്രമല്ല ഹൈവേയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി ഇതിനെക്കുറിച്ച് ഞാൻ പുറമെന്നാണ് പറഞ്ഞുതരാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇത് കണ്ടു, ഇതിൻ്റെ പരിസരം കണ്ടു, ബാക്ക് സൈഡ് കണ്ടു, എല്ലാ ഭാഗവും കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് നിങ്ങളോട് എന്താ അറിയോ, ഇത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന റോഡാണ്. ഈ തൃശ്ശൂരിൽ നിന്ന് വരുന്ന റോഡ് നെന്മാറ പോയിട്ട് നേരെ ചിറ്റലഞ്ചേരി 1 കിലോമീറ്റർ ഉള്ളൂ. നെന്മാറ തൊട്ടത്. അത് കഴിഞ്ഞാൽ നെല്ലിയാമ്പതി ടൂറിസ്റ്റ് ഏരിയ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല നെല്ലിയാമ്പതി എവിടെയാണെന്നുള്ളത്. ഇവിടെ അടുത്താണ്. കാരണം ഏത് സമയത്തും നെല്ലിയാമ്പതിയിലേക്കുള്ള വാഹനങ്ങളാണ് ഇതേ പോക്ക്. അത് കാരണമാണ് രാത്രി ഇവിടെ ബിസിനസ് കേട്ടോ. രാത്രി നല്ല കച്ചവടം ചെയ്യുന്ന ഒരു കടയാണ് ഇവിടെ. അതുപോലെ തന്നെ പൊള്ളാച്ചിയിലേക്കുള്ള യാത്ര ഈ വഴിക്കാണ്. അപ്പോൾ ഈ ഹൈവേൻ്റെ വക്കത്ത്, NHൻ്റെ വക്കത്ത് 1 സെൻറ്റിന് നിങ്ങൾ വന്ന് അന്വേഷിക്കുക ഇവിടെ സ്ഥലത്തിന് എന്ത് വില ഉണ്ട് എന്നുള്ളത്. 1 സെൻറ്റ് സ്ഥലത്തിനൂടെ 7-8 സ്ഥലത്തിന് വില കൊടുക്കണം. ആ സ്ഥാനത്ത് നമ്മൾ 34 സെൻറ്റ് സ്ഥലവും ഈ വീടും, കാരണം ഫ്രണ്ടേജ് കുറവാണ്, ഈ വീടും ഉൾപ്പെടെ 1.15 വില പറയുന്നത്. ഇനി 1.15 പറഞ്ഞ് നിങ്ങൾ കണക്കാക്കേണ്ട. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ നെഗോഷ്യബിൾ വരുത്താം. മാത്രമല്ല ഇത് സംസാരിക്കണമെങ്കിൽ ചെർപ്പുളശ്ശേരിയുള്ള ആളാണ് സംസാരിക്കാൻ. അപ്പം നമ്മുടെ ഓഫീസ് നമ്പറോ എൻ്റെ നമ്പറിലോ, എൻ്റെ നമ്പർ തന്നെ കൊടുക്കാം. കാരണം ജനങ്ങൾക്ക് പറയുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുള്ളൂ. കാരണം ഓഫീസ് നമ്പർ കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തൊന്നും വരില്ല.
അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയുന്നത് ഹെയറോ മാർക്ക് വെച്ചോളി, ഇനി വരുന്നവർക്ക് ലൊക്കേഷൻ ഞാൻ അയച്ചുതരാം, അവിടെ വന്നോളി, കാണിച്ചു തരാൻ ഇവിടെ ആളുണ്ടാവും. മാത്രമല്ല സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്താം, അതുപോലെ തന്നെ താമസിക്കാൻ ഒരു വീട്. പ്രത്യേകിച്ച് എൻ്റെ പ്രവാസ ലോകത്തുനിന്ന് വരുന്നവർക്ക് എന്തെങ്കിലും നാട്ടിൽ വന്നിട്ട് ബിസിനസ് ചെയ്യണം, മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നവർക്ക് പറ്റും. കാരണം എന്താ പറയുക, നല്ലൊരു കച്ചവടവും അതേപോലെ തന്നെ തൊട്ടടുത്ത് മസ്ജിദ്, തൊട്ട മസ്ജിദ് പറഞ്ഞാൽ തൊട്ട തന്നെ ഒരു അതിര് മസ്ജിദാണ് കേട്ടോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരോടും പറയുള്ളത്, ഒന്നാമത് പറയുന്നു പൊള്ളാച്ചിയിലേക്ക് പോകുന്ന റോഡ്, രണ്ടാമത് പറയുന്നു നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന റോഡ്. അപ്പോൾ അതൊക്കെ ടൂറിസ്റ്റ് ഏരിയകളാണ്. മാത്രമല്ല അണ്ണൻ തമ്മിക്കറി யாரா இருந்தாலும் பாருங்க, நம்ம சேனல் பாருங்க, இந்த சேனல் பார்த்தா உங்களுக்கு தெரியும். இது பொள்ளாச்சியிலிருந்து பக்கம், தமிழ்நாடு பக்கம். எங்கே தெரியுமா, கேரளாவிலே நம்ம நெல்லியாம்பதி பக்கம், வடக்கஞ்சேரி பக்கம், அதுக்கப்புறம் சிட்லஞ்சேரிக்கு 1 கிலோமீட்டர், மீனாட்சிபுரம் இங்கே பக்கம், நிறைய ஏரியா இருக்குது. இப்போ இந்த ஹோட்டலு, இது ஒரு வீடு, எல்லாமே சேர்த்து 1,15 லட்சத்துக்கு தரப்போகிறேன். ஒரு சென்ட்டுக்கு இங்கே 7 லட்சம் 8 லட்சம் விலை இருக்குது. ஆனால் உங்களுக்கு டோட்டலாக தரப்போகிற 1,15 லட்சம். அதில் ஏதாவது நெகோஷியபிள் பண்ணலாம். அப்போ இந்த பிரியப்பட்ட அப்படி ஷேர் இதோட சம்மானம் அடிக்கோளி என் சேனல் பார்க்குறவங்க யாராவது ஷேர் பண்ணுங்கள், ப்ரைஸ் கிடைக்கும் உங்களுக்கு. இன்ஷா அல்லாஹ் எல்லாரும் ஷேர் ചെയ്യുന്ന വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും. പുല്ലുകോ മാസലാമോ മാസലാമോ.